ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും വചനങ്ങളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവത്തിൻ്റെ അനുഗ്രഹശക്തി നമുക്ക് അനുഭവവേദ്യമാകുന്ന ഈ നിമിഷത്തിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം ക്ഷണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 26 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഇസഹാക്കിന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം ഇസഹാക്കിനെ എങ്ങനെ സമൃദ്ധമായി അനുഗ്രഹിച്ചു എന്ന് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 26 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും ആ കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. അവന് ധാരാളം ആടുമാടുകളും പരിചാരകരും ഉണ്ടായിരുന്നു. ഈ വചനം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തിയെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം ഇസഹാക്കിനെ സമൃദ്ധമായി അനുഗ്രഹിച്ചതുപോലെ നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. അവിടുന്ന് നമ്മെ കൈവിടുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും കുറവുണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും നൽകുമാറാകട്ടെ. ആമീൻ.